ഗുരുവായൂർ ക്ഷേത്രത്തിലെ ചടങ്ങുകളിൽ ആന എഴുന്നള്ളിപ്പ് പഴയ രീതിയിലാക്കും. ശിവേലിക്ക് 3 ആനകളെ എഴുന്നള്ളിക്കും. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്ത സാഹചര്യത്തിലാണ് തീരുമാനം. പാലപ്പിള്ളിയിൽ വീണ്ടും പുലിയെ കണ്ടതായി നാട്ടുകാർ. നിരീക്ഷണം ശക്തമാക്കിയ വനം വകുപ്പ്. കൂടുതൽ ട്രാപ്പ് ക്യാമറകൾ സ്ഥാപിക്കുമെന്ന് അധികൃതർ. നെല്ല് സംഭരണ തറവിലയിൽ വെട്ടിക്കുറച്ച തുക പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യം. രാസവളത്തിന്റെയും കീടനാശിനികളുടെയും വിലവർദ്ധനവ് തടയണം. കോൾ കർഷകർ സമരരംഗത്തേക്ക്. സിപിഎം ചാലക്കുടി ഏരിയ സമ്മേളനത്തിൽ പോലീസിനെതിരെ രൂക്ഷ വിമർശനം. പാർട്ടി പ്രവർത്തകരെ ശത്രുക്കളെ പോലെയാണ് പോലീസ് കാണുന്നത് എന്ന് ആക്ഷേപം. ക്രിസ്തുമസ് പാപ്പാമാരുടെ സംഗമ കേന്ദ്രമായി തൃശൂർ നഗരം. ബോണ്ണത്താലയിൽ അണിനിരന്നത് 15,000 പാപ്പാമാർ. വാർത്തകൾ വിശദമായി. ഗുരുവായൂർ ക്ഷേത്ര ചടങ്ങുകളിൽ ജനുവരി 1 മുതൽ പഴയ നിലയിൽ ആനകളെ പങ്കെടുപ്പിക്കാൻ ദേവസ്വം ഭരണസമിതി യോഗം തീരുമാനിച്ചു. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്ത സാഹചര്യത്തിലാണ് തീരുമാനം. ക്ഷേത്രത്തിൽ ദിവസവും 3 ആനകളോടെ നടത്തിയിരുന്ന ശിവേലി എഴുന്നള്ളിപ്പ് ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ 1 ആനയാക്കി ചുരുക്കിയിരുന്നു. ക്ഷേത്രത്തിനകത്ത് ആളുകളുമായുള്ള അകലം പാലിക്കാൻ കഴിയാത്തതിനെ തുടർന്നാണ് ആനയുടെ എണ്ണം കുറച്ചത്. ഏകാദശിക്ക് ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്കുള്ള എഴുന്നള്ളിപ്പും ഗജരാജൻ അനുസ്മരണവും നിബന്ധനകൾ പാലിച്ചാണ് നടന്നത്. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്ത സാഹചര്യത്തിൽ ജനുവരി 1 മുതൽ ക്ഷേത്ര ചടങ്ങുകളിൽ മുൻപുണ്ടായിരുന്നതുപോലെ ആനകളെ പങ്കെടുപ്പിക്കുവാൻ ദേവസ്വം ഭരണസമിതി യോഗം തീരുമാനിക്കുകയായിരുന്നു. 2017 നാട്ടാന പരിപാലന ചട്ടം പൂർണ്ണമായി പാലിച്ചാകും ആനകളെ ക്ഷേത്ര ചടങ്ങുകളിൽ പങ്കെടുപ്പിക്കുക. യോഗത്തിൽ ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അധ്യക്ഷത വഹിച്ചു. ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, സി മനോജ്, വി ജി രവീന്ദ്രൻ, മനോജ് ബി നായർ, അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ എന്നിവർ പങ്കെടുത്തു. പാലപ്പിള്ളിയിൽ വീണ്ടും പുലിയെ കണ്ടതായി നാട്ടുകാർ. നിരീക്ഷണം ശക്തമാക്കി വനം വകുപ്പ്. കൂടുതൽ ട്രാപ്പ് ക്യാമറകൾ സ്ഥാപിക്കുമെന്ന് അധികൃതർ. പാലപ്പിള്ളി തോട്ടം മേഖലയിൽ പുലിയിറങ്ങി ഭീതി പരത്തിയതോടെ പരിശോധന കർശനമാക്കി വനം വകുപ്പ്. തോട്ടം തൊഴിലാളികളും ബൈക്ക് യാത്രക്കാരും പുലിയെ കണ്ടതിനെ തുടർന്ന് ഈ പ്രദേശങ്ങളിലും പുലി പതുങ്ങിയിരിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലും കൂടുതൽ ട്രാപ്പ് ക്യാമറകൾ സ്ഥാപിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി പുതുക്കാട് എസ്റ്റേറ്റിലെ പാറയിടുക്കുകൾക്ക് സമീപം വനപാലകർ വെള്ളിയാഴ്ച ക്യാമറ സ്ഥാപിച്ചു. വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ തോട്ടങ്ങളിലും വനാതിർത്തിയിലും പരിശോധന നടത്തിയെങ്കിലും പുലി ഇറങ്ങിയതായുള്ള ലക്ഷണങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒരാഴ്ച മുൻപ് തോട്ടത്തിൽ സ്ഥാപിച്ച ക്യാമറയിൽ പുലിയുടെ ചിത്രങ്ങൾ പതിഞ്ഞിട്ടില്ലെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. അതേസമയം പാലപ്പിള്ളിയിലും വലിയകുളത്തും പശുക്കുട്ടികളെ ആക്രമിച്ചു കൊന്നത് പുലിയാണെന്ന് അധികൃതർ പറയുന്നു. വലിയകുളത്ത് തൊഴിലാളികളുടെ പാടികൾക്ക് സമീപം തുടർച്ചയായി 3 ദിവസമാണ് പുലിയിറങ്ങി പശുക്കുട്ടികളെ ആക്രമിച്ചത്. ഈ പ്രദേശത്ത് പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ഇന്ന് പുലിയെ കണ്ടു എന്ന് പറഞ്ഞ് ടാപ്പിംഗ് കാർ ഭയന്ന് ഓടുകയും നമ്മൾ ഫോറസ്റ്റിനെ വിവരം അറിയിച്ചത് പ്രകാരം ആ ഫോറസ്റ്റുകാർ വന്ന് പുലി പതുങ്ങി നിൽക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ കണ്ടെത്തുകയും ആ ഭാഗത്ത് ക്യാമറ സ്ഥാപിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പുലിയാണെന്ന് ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. പുലി വന്നതിൻ്റെ ഒരു ലക്ഷണങ്ങളും ഇതുവരെ നമുക്ക് കണ്ടെത്താനായിട്ടില്ല. എങ്കിലും നമ്മൾ പറഞ്ഞ അഭിപ്രായം മാനിച്ചുകൊണ്ട് അവർ ഇന്ന് ഒരു ക്യാമറ ആ ഭാഗത്ത് സെറ്റ് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ പിള്ളത്തോട് ഭാഗത്ത് പുലി റോഡ് മുറിച്ചു കടന്നത് ബൈക്ക് യാത്രക്കാർ കണ്ടതായി പറയുന്നു. വ്യാഴാഴ്ച രാവിലെ തോട്ടത്തിൽ ടാപ്പിങ്ങിനെത്തിയ 4 തൊഴിലാളികൾ പുലിയെ കണ്ട് ഭയന്നോടിയിരുന്നു. പാലപ്പിള്ളിയിൽ വിവിധ പ്രദേശങ്ങളിൽ പുലിയിറങ്ങി ഭീതി പരത്തിയതോടെ തൊഴിലാളി കുടുംബങ്ങളും യാത്രക്കാരും ആശങ്കയിലാണ്. TCV പുതുക്കാട്. നെല്ല് സംഭരണ തറവിലയിൽ വെട്ടിക്കുറച്ച പ്രോത്സാഹന തുക പുനഃസ്ഥാപിക്കാനും രാസവളത്തിന്റെയും കീടനാശിനികളുടെയും വിലവർദ്ധനവ് തടയാനും ആവശ്യപ്പെട്ട് കോൾ കർഷകർ സമരരംഗത്തേക്ക്. സമരപരിപാടികളുടെ ഭാഗമായി ഈ മാസം 31-ന് കളക്ടറേറ്റിന് മുന്നിൽ കർഷകരുടെ കൂട്ടധർണ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഏനമാവ്, ഇടിയഞ്ചിറ, കൂത്തുമാക്കൽ, ഇല്ലിക്കൽ, കൊറ്റൻകോട് എന്നീ റെഗുലേറ്ററുകൾ അറ്റകുറ്റപ്പണികൾ നടത്തി യന്ത്രവൽക്കരിക്കുക, കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് മതിയായ നഷ്ടപരിഹാരം നൽകുക, കൃഷിവകുപ്പ് ശുപാർശ ചെയ്യുന്ന അളവിൽ കുമ്മായം സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ കൂടി ഉന്നയിച്ചാണ് കോൾ കർഷകർ സമരരംഗത്തേക്ക് ഇറങ്ങുന്നത്. കോൾ കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് മുരളി പെരുന്നെല്ലി MLA, ജനറൽ സെക്രട്ടറി KK കൊച്ചുമുഹമ്മദ്, മറ്റു ഭാരവാഹികളായ KK രാജേന്ദ്രബാബു, ഗോപി കൊളങ്ങാട്ട്, NS അയ്യൂബ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CPM ചാലക്കുടി ഏരിയ സമ്മേളനത്തിൽ പോലീസിനെതിരെ രൂക്ഷ വിമർശനം. പ്രതിനിധി സമ്മേളനത്തിന്റെ ആദ്യ ദിവസത്തിൽ
കടുത്ത ഭാഷയിലാണ് ചാലക്കുടി പോലീസിനെതിരെ അംഗങ്ങൾ ആഞ്ഞടിച്ചത്. പാർട്ടി പ്രവർത്തകരെ ശത്രുക്കളെ പോലെയാണ് പോലീസ് കാണുന്നത്. നിരവധി ദുരനുഭവങ്ങൾ പ്രവർത്തകർക്കുണ്ടായി. പാർട്ടി നേതൃത്വമാകട്ടെ വേണ്ടവിധം പ്രശ്നങ്ങളിൽ ഇടപെടുന്നില്ലെന്നും പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി. ഡിവൈഎഫ്ഐ, SFI പ്രവർത്തകരെ ചില പോലീസ് ഉദ്യോഗസ്ഥർ നിരന്തരം പ്രകോപിപ്പിച്ചു. ഇതിന്റെ അനന്തരഫലമായിരുന്നു കഴിഞ്ഞ വർഷം ITI തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവങ്ങൾ. പോലീസ് ജീപ്പ് ആക്രമിക്കൽ തുടങ്ങിയ സംഭവങ്ങൾ പോലും ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു. എന്നാൽ ഇതിൽ നേതൃത്വം സ്വീകരിച്ച നിലപാട് അംഗീകരിക്കാൻ കഴിയാത്തതാണെന്നും അംഗങ്ങൾ കുറ്റപ്പെടുത്തി. ക്രിസ്തുമസ് പാപ്പാമാരുടെ സംഗമ കേന്ദ്രമായി തൃശൂർ നഗരം. ബോൺ നത്താലേയിൽ 15,000 പാപ്പാമാരാണ് അണിനിരഞ്ഞത്. തൃശൂർ അതിരൂപതയും പൗരാവലിയും സംയുക്തമായാണ് ക്രിസ്തുമസ് പാപ്പ സംഗമമായ ബോൺ നത്താലെ ഒരുക്കിയത്. സെയിന്റ് തോമസ് കോളേജ് പരിസരത്ത് നിന്നും ആരംഭിച്ച ഘോഷയാത്രയിൽ അതിരൂപതയിലെ 110ഓളം ഇടവകകളിൽ നിന്നുള്ള 15,000ഓളം ക്രിസ്തുമസ് പാപ്പാമാർ നൃത്തച്ചുവടുവെച്ചു. 21ഓളം നിശ്ചല ദൃശ്യങ്ങൾ അകമ്പടിയായി. ജില്ലയിലെ ക്രിസ്തുമസ് ആഘോഷത്തിന് പരിസമാപ്തി കുറിച്ച് നടന്ന പാപ്പ ഘോഷയാത്ര കാണാൻ ആയിരങ്ങളാണ് സ്വരാജ് റൗണ്ടിലേക്ക് എത്തിയത്. പാലയൂർ തീർത്ഥാടന കേന്ദ്രത്തിൽ ക്രിസ്തുമസിനോടനുബന്ധിച്ച് നടന്ന കരോൾ ഗാനം തടഞ്ഞ ചാവക്കാട് SIയുടെ നടപടിയിൽ കേരള കോൺഗ്രസ് പ്രതിഷേധിച്ചു. കേരള കോൺഗ്രസ് സംസ്ഥാന വൈസ് ചെയർമാൻ MP പോളി, കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് CV കുര്യാക്കോസ്, കേരള കോൺഗ്രസ് ഗുരുവായൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് തോമസ് ചിറമ്മേൽ തുടങ്ങിയവർ ദേവാലയം സന്ദർശിച്ചു. ക്രിസ്മസ് ദിനത്തിൽ പാലയൂർ പള്ളിയിൽ കരോൾ തടസ്സപ്പെടുത്തിയ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് മരത്താക്കര മേരി ഇമ്മാക്കുലേറ്റ് ചർച്ച് കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. സഹവികാരി ഫാദർ ആൻസൺ ജോൺ ഉദ്ഘാടനം ചെയ്തു. കത്തോലിക്ക കോൺഗ്രസ് യൂണിറ്റ് പ്രസിഡന്റ് അലോഷ്യസ് കുറ്റിക്കാട്ട്, സെക്രട്ടറി ഷാജു വാഴപ്പറമ്പൻ, പാസ്റ്ററൽ കൗൺസിൽ അംഗം റീത്ത ജോർജ്, കൈക്കാരൻ ലിറ്റോ ദേവസി തുടങ്ങിയവർ സംസാരിച്ചു. കേരള ജേർണലിസ്റ്റ് യൂണിയൻ തൃശൂർ ജില്ലാ സമ്മേളനം തൃപ്രയാറിൽ സമാപിച്ചു. സമാപന സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി KC സ്മിജൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് അജീഷ് കർക്കിടകത്ത് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ജോസ് വാവേലി, NP ഉദയകുമാർ, OV റോയ്, സുധീഷ് പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂരിലേക്കുള്ള കാലഹരണപ്പെട്ട കുടിവെള്ള പൈപ്പ് കരിങ്ങാച്ചിറയിൽ പൊട്ടുന്നതും റോഡ് തകരുന്നതും പതിവാകുമ്പോഴും പരിഹാര പദ്ധതി വൈകുന്നു. കൊടുങ്ങല്ലൂരിലേക്കുള്ള കുടിവെള്ള പൈപ്പ് കരിങ്ങാച്ചിറയിൽ വെള്ളിയാഴ്ച പുലർച്ചെ വീണ്ടും പൊട്ടിയതോടെ റോഡ് പകുതിയിലധികം പൊളിച്ചാണ് തകരാർ പരിഹരിച്ചത്. പൊട്ടിയ ഭാഗത്തെ പൈപ്പ് മാറ്റിയാണ് കുടിവെള്ള വിതരണം വൈകിട്ട് പുനഃസ്ഥാപിച്ചത്. പൊളിച്ച റോഡ് പുനർനിർമ്മാണം പൂർണ്ണമായി നടത്താതെ മണ്ണിട്ട് മൂടുന്നതാണ് പതിവ് രീതി. 1 വർഷം മുൻപ് മുതൽ 100 മീറ്റർ നീളത്തിലുള്ള ഭാഗത്തെ റോഡ് 5 സ്ഥലത്താണ് പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് പൊളിച്ചിട്ടുള്ളത്. ആദ്യം മണ്ണിട്ടും പിന്നീട് മെറ്റലിട്ടും ഭാഗികമായി മൂടുന്നതല്ലാതെ ഗതാഗത യോഗ്യമാക്കാറില്ല. ഈ ഭാഗത്ത് ഒറ്റവരി ഗതാഗതമാണ് സാധ്യമാകുന്നത്. കുടിവെള്ള വിതരണത്തിൽ കൊടുങ്ങല്ലൂരിനെ സ്വതന്ത്രമാക്കാനുള്ള പദ്ധതിക്ക് ബജറ്റിൽ 100 രൂപ ടോക്കൺ വകയിരുത്തിയെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല. ബജറ്റിൽ 75 കോടി രൂപയാണ് പ്രഖ്യാപിച്ചത്. ആധുനിക ഓട്ടോമാറ്റിക് രീതിയിലുള്ള സംവിധാനമാണ് പദ്ധതിയിൽ ഉള്ളത്. കേരള വിഷൻ കേബിൾ TV ബ്രോഡ്ബാൻഡ് വരിക്കാർക്ക് 50 ലക്ഷം രൂപയുടെ സമ്മാന പദ്ധതിയുമായി തൃശൂർ കേരള വിഷൻ സമ്മാനോത്സവ് 2025 തുടക്കമായി. തൃശൂർ പേൾ റീജൻസിയിൽ നടന്ന ജില്ലയിലെ കേരള വിഷൻ സബ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റിൽ സമ്മാന കൂപ്പൺ വിതരണോദ്ഘാടനം COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷിന് കൂപ്പൺ നൽകിക്കൊണ്ട് COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ് നിർവഹിച്ചു. തൃശൂർ കേരള വിഷൻ ചെയർമാൻ KC ജോൺസൺ, MD T ജയപ്രകാശ്, KCCL MD PP സുരേഷ് കുമാർ, COA ജില്ലാ സെക്രട്ടറി P ആന്റണി എന്നിവർ സംസാരിച്ചു. തൃശൂർ ജില്ല മുഴുവനായും പാലക്കാട്, എറണാകുളം ജില്ലകളിൽ ഭാഗികമായും തൃശൂർ കേരള വിഷൻ ഡിജിറ്റൽ സിഗ്നലും ബ്രോഡ്ബാൻഡ് സിഗ്നലും നൽകി വരുന്ന ഓപ്പറേറ്റർമാരുടെ കീഴിലുള്ള മാസവരി കൃത്യമായി അടയ്ക്കുന്ന മുഴുവൻ വരിക്കാരെയും ഉൾപ്പെടുത്തിയാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഓരോ 250 രൂപയുടെ വരിസംഖ്യയ്ക്കും ഒരു സമ്മാന കൂപ്പൺ കേരള വിഷൻ വരിക്കാർക്ക് ലഭിക്കും. 2025 ജനുവരി മുതൽ മാർച്ച് 31 വരെ മാസം തോറുമുള്ള നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലിക്ക് ഒരു EV സ്കൂട്ടറും പ്രോത്സാഹന സമ്മാനങ്ങളും നൽകും. 3 മാസത്തിന് ശേഷം സൂപ്പർ ബമ്പർ സമ്മാനമായി ഒരു EV കാർ, 5 ഇൻവെർട്ടർ AC, 5 വാഷിംഗ് മെഷീൻ, 5 ആൻഡ്രോയിഡ് TV എന്നിവയും 5000 പ്രോത്സാഹന സമ്മാനങ്ങളും നൽകും.
കലാഭവൻ മണിയുടെ ഓർമ്മകൾ കുടികൊള്ളുന്ന വാഹനം ഇനി വായനാ വണ്ടി. ഈസ്റ്റ് ചാലക്കുടി ഗവൺമെന്റ് സ്കൂളിലേക്ക് മണി നൽകിയ മിനി ബസ്സാണ് വായന കളരിയാകുന്നത്. കാലഹരണപ്പെട്ട വാഹനം വർഷങ്ങളായി തുരുമ്പെടുത്ത് നശിക്കുകയായിരുന്നു. VR പുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS ക്യാമ്പിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ കണ്ടെത്തിയ ആശയമായിരുന്നു മണിച്ചേട്ടന്റെ വാഹനത്തെ സംരക്ഷിക്കൽ. ഒപ്പം വിദ്യാർത്ഥികളുടെ വായനാശീലം വളർത്തിയെടുക്കുന്നതിന് ഒരു ഉപാധിയും. താൻ പഠിച്ച വിദ്യാലയത്തിന് 2010 മണി ഒരു ബസ് സംഭാവനയായി നൽകിയത്. മണി തന്നെ വാഹനം ഓടിച്ച് ഉദ്ഘാടനവും നിർവഹിച്ചു. വാഹനത്തിന്റെ ഡീസൽ പണം നഗരസഭ വഹിച്ചത് തദ്ദേശ വകുപ്പിന്റെ ഓഡിറ്റിംഗിൽ ചോദ്യം ചെയ്യപ്പെട്ടു. ഇതോടെ വാഹനത്തിന്റെ ബാധ്യത മുഴുവൻ അധ്യാപകരുടെ ചുമലിലായി. പ്രളയത്തിൽ കേടുപാടുകൾ സംഭവിച്ചെങ്കിലും ശമ്പളത്തിൽ നിന്നും പണം നൽകി 2018 വരെ വാഹനം നിരത്തിലിറക്കി. എന്നാൽ കോവിഡ് പിടിമുറുക്കിയ 2020 വാഹനം എന്നേക്കുമായി കട്ടപ്പുറത്തുമായി. തുരുമ്പെടുത്ത് നശിക്കുന്ന മിനി ബസിനെ സംരക്ഷിക്കുന്നതിന് ലളിതമായ പദ്ധതി തയ്യാറാക്കി NSS ക്യാമ്പിലെ കുട്ടികൾ അധ്യാപകർക്ക് മുന്നിലെത്തിച്ചപ്പോൾ അവർക്കും പൂർണ്ണ സമ്മതം. കുട്ടികൾ 200ഓളം പുസ്തകങ്ങൾ വാഹനത്തിനകത്ത് അടുക്കി വെച്ചാണ് വായനശാല ഒരുക്കിയത്. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ആലീസ് ഷിബു സഞ്ചരിക്കാത്ത പുസ്തക വണ്ടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് കൗൺസിലർ TD എലിസബത്ത് അധ്യക്ഷയായി. കൗൺസിലർ ഷിബു വാലപ്പൻ, പ്രോഗ്രാം ഓഫീസർ വിജീഷ് ലാൽ, സ്കൂൾ HM A ജയശ്രീ, PTA പ്രസിഡന്റുമാരായ ജോഫിൻ ജോസ്, VH ധനീഷ്, സ്കൂൾ ലീഡർമാരായ കൃഷ്ണജിത്ത്, നിയാഗ്രേസ്, ബെന്നി തുടങ്ങിയവർ പങ്കെടുത്തു. TCV ചാലക്കുടി. നേപ്പാളിൽ നടന്ന അഖിലേന്ത്യാ ത്രോബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് വേണ്ടി സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ ആഷിൽ P ജോൺസന് യൂത്ത് കോൺഗ്രസ് കോടശ്ശേരി മണ്ഡലം കമ്മിറ്റി സ്വീകരണം നൽകി. യൂത്ത് കോൺഗ്രസ് കോടശ്ശേരി മണ്ഡലം പ്രസിഡന്റ് അഭിജിത്ത് ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു. കാലടി ശ്രീശങ്കര കോളേജ് BSc ഫിസിക്സ് 2ാം വർഷ വിദ്യാർത്ഥിയാണ് ആഷിൽ. എറവ് 6ാം കല്ലിൽ മലമ്പാമ്പിന്റെ ശല്യം പതിവാകുന്നു. ഒരാഴ്ചയ്ക്കിടെ 2 മലമ്പാമ്പുകളെയാണ് മുനയം റോഡിൽ നിന്ന് പിടികൂടിയത്. തണ്ടാമ്പറമ്പിൽ ഓമനക്കുട്ടന്റെ വീട്ടിലെ വിറകുപുരയിൽ നിന്ന് ചൊവ്വാഴ്ച 8 അടി നീളമുള്ള മലമ്പാമ്പിനെ പിടികൂടിയിരുന്നു. വ്യാഴാഴ്ച തോപ്പിൽ രാധികയുടെ വീടിന്റെ ഉമ്മറത്തുനിന്ന് മറ്റൊരു മലമ്പാമ്പിനെ കൂടി കണ്ടെത്തി. സ്നേക്ക് ക്യാച്ചർ ടൈറ്റസ് കുന്നത്തങ്ങാടിയാണ് പാമ്പിനെ പിടികൂടിയത്. പ്രശസ്ത മലയാളി നാടക സംവിധായകനും സീനോഗ്രാഫറുമായ ദീപൻ ശിവരാമന്റെ ഉബു റോയ് നാടകത്തിന് വേദിയാവുകയാണ് കൊടകരയിലെ ഗവൺമെന്റ് ഹൈസ്കൂൾ സ്റ്റേഡിയം. ഇതാദ്യമായാണ് ദീപൻ ശിവരാമൻ നാടകം ജന്മനാട്ടിൽ നടത്തുന്നത്. മറ്റത്തൂരിലെ വാസുപുരം ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ദീപൻ ശിവരാമൻ ശ്രദ്ധേയമായ ഒട്ടേറെ നാടകങ്ങൾ സംവിധാനം ചെയ്തിട്ടുള്ള കലാകാരനാണ്. സീനോഗ്രാഫർ എന്ന നിലയിലും ദീപൻ പ്രശസ്തനാണ്. താൻ സംവിധാനം ചെയ്തിരിക്കുന്ന ഒട്ടുമിക്ക നാടകങ്ങളിലും സീനോഗ്രാഫി നിർവഹിച്ചിട്ടുള്ളതും ദീപൻ തന്നെയാണ്. ഈ മാസം 28 മുതൽ 30 വരെയാണ് കൊടകരയിൽ ദീപൻ ശിവരാമന്റെ ഉബ്രോയ് നാടകം അവതരിപ്പിക്കപ്പെടുന്നത്. കൊടകര ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നാടകം അവതരിപ്പിക്കപ്പെടുമ്പോൾ അത് ഈ കലാകാരന് ജന്മനാട് നൽകുന്ന ആദരവ് കൂടിയായി മാറുകയാണെന്ന് നാടകത്തിന്റെ സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് VP ലിസൺ പറയുന്നു. പ്രസിദ്ധമായ നാടകങ്ങളിലൂടെ ലോകത്തിന്റെ മനസാക്ഷിയെ സ്വാധീനിക്കുന്ന വിധത്തിൽ നാടക സങ്കല്പത്തെ പൊളിച്ചെഴുതിയ നാടക പ്രവർത്തകനാണ് ദീപൻ ശിവരാമൻ. ഖസാക്കിന്റെ ഇതിഹാസം, സ്പൈനൽ കോഡ്, പിയർ ഗന്റ് തുടങ്ങിയിട്ടുള്ള വിവിധ നാടക സങ്കല്പങ്ങൾ മലയാളിയെ ലോകത്തെ പരിചയപ്പെടുത്തിയ ദീപന്റെ ഏറ്റവും പുതിയ പ്രസക്തമായ നാടകമാണ് ഉബുറോയ്. 1.25 നൂറ്റാണ്ട് മുമ്പ് ഫ്രഞ്ച് എഴുത്തുകാരൻ ആൽഫ്രഡ് ജാറി രചിച്ച വിഖ്യാത നാടകത്തിന്റെ പുനരാഖ്യാനമാണ് ഓക്സിജൻ തിയേറ്റർ കമ്പനിയുടെ ഉബുറോയ് എന്ന വ്യത്യസ്ത നാടകം. കേരളത്തിൽ ഇതുവരെ 3 വേദികളിൽ മാത്രം അരങ്ങേറിയ ഉബുറോയ് മധ്യ കേരളത്തിൽ ആദ്യമായാണ് അവതരിപ്പിക്കപ്പെടുന്നത്. 18 അഭിനേതാക്കളാണ് നാടകത്തിലുള്ളത്. ജെയിംസ് ഏലിയ, K ഗോപാലൻ, കല്ലു കല്യാണി, CR രാജൻ, ജോസ് P റാഫേൽ തുടങ്ങി പ്രഗത്ഭ തിയേറ്റർ കലാകാരന്മാർ ഇതിൽ വേഷമിടുന്നു. വോളിബോൾ കോർട്ടിന്റെ ആകൃതിയിൽ ഇരുവശത്തും ഗാലറിയോടുകൂടിയ വേദിയിലാണ് നാടകം അരങ്ങേറുന്നത്. ഗാലറിയിലിരുന്ന പ്രേക്ഷകർക്ക് നാടകം ആസ്വദിക്കാൻ കഴിയും. ഗാലറിയുടെ നിർമ്മാണം ഇതിനകം കൊടകരയിലെ സ്റ്റേഡിയത്തിൽ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. 1000 പേർക്ക് വീതം നാടകം ആസ്വദിക്കാവുന്ന രീതിയിലാണ് വേദി ഒരുക്കിയിട്ടുള്ളത്. ഒരു വോളിബോൾ കോർട്ടിന്റെ ഘടനാരൂപം സൃഷ്ടിച്ചുകൊണ്ട് അതിൽ നാടകം അവതരിപ്പിക്കുക എന്ന ഏറ്റവും ആധുനികമായ പരീക്ഷണം ഒരു നാടക സങ്കല്പത്തിന്റെ സാധാരണ ചിട്ടവട്ടങ്ങളിൽ നിന്ന് വിട്ടുകൊണ്ട് പുതിയൊരു നാടകാവതരണ ശൈലി ദീപൻ ശിവരാമന്റെ നാടകങ്ങളിൽ പൊതുവിലുണ്ട്. 1000 പേർക്ക് കാണാവുന്ന, ഗാലറിയിൽ ഇരുന്ന് നാടകം കാണാവുന്ന പുതിയ ഒരു സങ്കല്പം ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്.
ഇഡ്ഫോക്ക് 2023 ക്യൂറേറ്ററായിരുന്ന ദീപൻ ശിവരാമൻ ഇതിനകം സംവിധാനം ചെയ്തിട്ടുള്ള നാടകങ്ങളെല്ലാം തന്നെ ദേശീയ അന്തർദേശീയ ശ്രദ്ധ നേടിയിട്ടുള്ളവയാണ്. ഉംബ്രോയ്ക്ക് പുറമെ സ്പൈനൽ കോഡ്, പിയർ ജിൻ, ദി ക്യാബിനറ്റ് ഓഫ് ഡോക്ടർ കാലിഗിരി, ഖസാക്കിന്റെ ഇതിഹാസം തുടങ്ങിയവയാണ് ദീപന്റെ സംവിധാനത്തിലും സീനോഗ്രാഫിയിലും അവതരിപ്പിക്കപ്പെട്ട ശ്രദ്ധേയമായ നാടകങ്ങളിൽ ചിലത്. TCV ന്യൂസ്, കൊടകര. കൊടകര വട്ടേക്കാട് മര്യാദമൂലയിൽ 2 യുവാക്കൾ കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ ഒരാൾ അറസ്റ്റിലായി. വട്ടേക്കാട് ചീനാത്ത് വീട്ടിൽ ഹരീഷിനെയാണ് കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ബുധനാഴ്ച അർദ്ധരാത്രിയിലുണ്ടായ അക്രമ സംഭവത്തിൽ വട്ടേക്കാട് സ്വദേശികളായ കല്ലിങ്ങപ്പുറം വീട്ടിൽ സുജിത്ത്, മഠത്തിക്കാടൻ വീട്ടിൽ അഭിഷേക് എന്നിവരാണ് കുത്തേറ്റ് മരിച്ചത്. MT വാസുദേവൻ നായരുടെ നിര്യാണത്തിൽ ദൃശ്യ ഗുരുവായൂരിന്റെ ആഭിമുഖ്യത്തിൽ ഗുരുവായൂർ പൗരാവലി അനുശോചനം രേഖപ്പെടുത്തി. നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. NK അക്ബർ MLA, മുൻ MLA KV അബ്ദുൽ ഖാദർ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി, ശോഭ ഹരിനാരായണൻ, KK ജ്യോതിരാജ് തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ ജോയിന്റ് വെരിഫിക്കേഷൻ പൂർത്തീകരിച്ച മുഴുവൻ കുടുംബങ്ങൾക്കും അടിയന്തരമായി പട്ടയം അനുവദിക്കണമെന്ന് CPM ചാലക്കുടി ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. അതിരപ്പള്ളി, കോടശ്ശേരി, പരിയാരം, മേലൂർ പഞ്ചായത്തുകളിലെ വന്യജീവി ആക്രമണം പരിഹരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം. ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനും സർവീസ് റോഡുകളുടെ നിർമ്മാണം പൂർത്തിയാക്കുന്നതിനും നടപടി സ്വീകരിക്കുകയും തുടങ്ങിയ ആവശ്യങ്ങളും യോഗം ഉന്നയിച്ചു. KS അശോകനെ വീണ്ടും ഏരിയ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. മാള ഫൊറോന പള്ളിയിലെ സെമിത്തേരിയിൽ കല്ലറയിലെ മെഴുകുതിരിയിൽ നിന്ന് തീ പടർന്ന് പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. പാറേക്കാട്ടിൽ കുഞ്ഞുപറയത് 77 വയസ്സുള്ള ജോസ് ആണ് മരിച്ചത്. നവംബർ 16 ഭാര്യയുടെ കല്ലറയിൽ മെഴുകുതിരി കത്തിക്കുന്നതിനിടയിൽ അടുത്തുള്ള കല്ലറയിലെ മെഴുകുതിരിയിൽ നിന്ന് മുണ്ടിലേക്ക് തീ പിടിക്കുകയായിരുന്നു. ഗുരുതരമായി പൊള്ളലേറ്റ ജോസ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. പോർക്കുളം പഞ്ചായത്തിലെ കലശമല ഇക്കോ ടൂറിസം വില്ലേജിൽ പുതിയതായി സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റിന്റെ ഉദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് K. രാമകൃഷ്ണൻ അധ്യക്ഷനായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ KK മണി, സിന്ധു ബാലൻ, ചൊവ്വന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ചിത്ര വിനോബാജി എന്നിവർ സംസാരിച്ചു. കലശമലയുടെ ഓരോ സ്ഥലത്തേക്കും ലൈറ്റ് പ്രസിഡന്റ് പോർക്കുളം പഞ്ചായത്ത് വിനോബാജി, പ്രസിഡന്റ് ചുവന്നൂർ ഗ്രാമപഞ്ചായത്ത് ജ്യോതിസ്, AC മൊയ്തീൻ MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 5.4 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചിരിക്കുന്നത്. വിജീഷ്, ശ്രീ ബിജു കോലാടി, ശ്രീമതി സുധന്യ. കിഴപ്പള്ളിക്കര ഗവൺമെന്റ് നളന്ദ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉപജില്ലാ കായികോത്സവത്തിൽ വിജയികളായ വിദ്യാർത്ഥികളെ അഭിനന്ദിച്ച് സ്ഥാപിച്ച ബോർഡ് സാമൂഹ്യവിരുദ്ധർ തീവച്ച് നശിപ്പിച്ച നിലയിൽ. സ്കൂളിന്റെ പ്രധാന ഗേറ്റിനു സമീപമാണ് കായിക രംഗത്ത് നേട്ടം കൈവരിച്ച് വിദ്യാർത്ഥികളെ അനുമോദിച്ച് ബോർഡ് സ്ഥാപിച്ചിരുന്നത്. ഇതാണ് പെട്രോൾ ഒഴിച്ച് തീവച്ച് നശിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത്. അന്തിക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. സ്കൂളിന് മുൻപിലും സമീപ പ്രദേശങ്ങളിലുമുള്ള CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു. വെണ്ടൂർ സെന്റ് മേരീസ് പള്ളിയുടെ ശതാബ്ദി സമാപന സമ്മേളനം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഞായറാഴ്ച രാവിലെ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യബലി നടക്കും. വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും. വെണ്ടൂർ സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ ജോസ് പുന്നോലിപ്പറമ്പിൽ, ജനറൽ കൺവീനർ നെപ്പോ ചിറമൽ, കൈക്കാരന്മാരായ മെൽജിൻ മഞ്ഞളി, സിറിൽ മഞ്ഞളി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. എടമുട്ടം ക്രിസ്തുരാജ ദേവാലയത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളിനെ കൊടിയേറി. ഇരിഞ്ഞാലക്കുട രൂപത ഹൃദയ പാലിയേറ്റീവ് കെയർ ഡയറക്ടർ ഫാദർ ഷാജു ചിറയത്ത് കൊടിയേറ്റം നിർവഹിച്ചു. ജനുവരി 4, 5, 6 തീയതികളിലാണ് തിരുനാൾ. ആറങ്ങോട്ടുകര മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ആഘോഷിച്ചു. ദേവസ്വം കമ്മിറ്റി പുലാത്തുപറമ്പ് വിഭാഗം, ആറങ്ങോട്ടുകര വിഭാഗം, എഴുമങ്ങാട് വിഭാഗം എന്നീ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ 16 ഗജവീരന്മാരെ അണിനിരത്തിയായിരുന്നു എഴുന്നള്ളിപ്പ്.
പാക്കനാർ വേല, തിറയും പൂതനും കാവടിയാട്ടം എന്നിവയും ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നു. പുതുക്കാട് തെക്കേത്തുറവ് സെന്റ് ആന്റണീസ് പള്ളിയിൽ തിരുനാളിനെ കൊടിയേറി. ചിക്കാഗോ രൂപതാ മെത്രാൻ മാർ ജോയ് ആലപ്പാട്ട് കൊടിയേറ്റം നിർവഹിച്ചു. നവനാൾ തിരുക്കർമ്മങ്ങൾക്ക് മാർ ജോയ് ആലപ്പാട്ട് തുടക്കം കുറിച്ചു. വികാരി ഫാദർ ക്രിസ്റ്റോൺ പെരുമാട്ടിൽ, തിരുനാൾ ജനറൽ കൺവീനർ വർഗീസ് തെക്കേതല, ട്രസ്റ്റി എന്നിവർ നേതൃത്വം നൽകി. ജനുവരി 5, 6 തീയതികളിലാണ് തിരുനാൾ. കാരമുക്ക് ദേശവിളക്ക് മഹോത്സവവും അന്നദാനവും പൂതൃക്കോവ് ക്ഷേത്രത്തിൽ ആഘോഷിച്ചു. പൂതൃക്കോവ് ക്ഷേത്രം മേൽശാന്തി ബിനു വാസുദേവൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പച്ചാമ്പള്ളി മേൽ തൃക്കോവിൽ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ നിന്നും പാലക്കൊമ്പ് എഴുന്നള്ളിപ്പും ഉണ്ടായിരുന്നു. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് ഷാജി കുറുപ്പത്ത്, സെക്രട്ടറി PB വേണു തുടങ്ങിയവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ MT വാസുദേവൻ നായർ അനുസ്മരണം നടത്തി. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് റഷീദ് എരുമപ്പെട്ടി അനുസ്മരണം നടത്തി. വൈസ് പ്രസിഡന്റ് KK മാത്യൂസ് അധ്യക്ഷനായി. ജോയിന്റ് സെക്രട്ടറി KR രാധിക, വേണു അമ്പലപ്പാട്ട്, PN അനിൽ, മുരളി വടക്കൂട്ട് തുടങ്ങിയവർ സംസാരിച്ചു. വെളുത്തൂർ നമ്പൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ നൈമിഷാരണ്യത്തിലെ ഭാഗവത സപ്താഹയജ്ഞത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവര ഘോഷയാത്ര നടത്തി. യജ്ഞാചാര്യൻ തിരുവനന്തപുരം കിഴക്കുംപാട്ട് വിനോദകുമാര ശർമ്മ ഘോഷയാത്രയെ സ്വീകരിച്ചു. രവി കറുത്തേത്തിൽ, K കൃഷ്ണകുമാർ, A നന്ദകുമാർ, സുഗതൻ മെച്ചൂർ എന്നിവർ നേതൃത്വം നൽകി. വരാക്കര സെന്റ് ആന്റണീസ് പള്ളിയിലെ തിരുനാളിനെ കൊടിയേറി. ഫാദർ ബിജു മാപ്രാണത്തുകാരൻ കാർമ്മികത്വം വഹിച്ചു. വികാരി ഫാദർ പ്രിൻസ് പിണ്ടിയാൻ, ആക്ടിംഗ് വികാരി ഫാദർ തോമസ് വടക്കേത്തല, ജനറൽ കൺവീനർ ദേവസിക്കുട്ടി മാപ്രാണത്തുകാരൻ എന്നിവർ നേതൃത്വം നൽകി. ജനുവരി 5, 6 തീയതികളിലാണ് തിരുനാൾ. കടങ്ങോട് ശ്രീ കൈക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ നിറമാല മഹോത്സവം വർണ്ണാഭമായി. ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. 17 ഗജവീരന്മാരെ അണിനിരത്തി കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. നിലക്കാവടി, പൂക്കാവടി, വിവിധ കലാരൂപങ്ങൾ, ശിങ്കാരിമേളം എന്നിവ ഉത്സവത്തിന് മാറ്റുകൂട്ടി. എറവ് സെന്റ് തെരേസാസ് കപ്പൽ പള്ളിയിലെ സംയുക്ത തിരുനാളിനെ കൊടിയേറി. പള്ളി വികാരി ഫാദർ റോയ് ജോസഫ് വടക്കൻ കൊടിയേറ്റം നിർവഹിച്ചു. ഫാദർ ജിയോ വേലൂക്കാരൻ സഹകാർമ്മികനായി. ജനുവരി 3, 4, 5, 6 തീയതികളിലാണ് തിരുനാൾ. കൊടിയേറ്റ ചടങ്ങുകൾക്ക് ജനറൽ കൺവീനർ ജെൻസൺ ജെയിംസ്, ബിജു തോലത്ത്, തോമസ് പ്ലാക്കൻ തുടങ്ങിയവർ നേതൃത്വം നൽകി.
ചാഴൂർ ഗ്രാമീണ നാടകവേദിയുടെ ആഭിമുഖ്യത്തിൽ 5 ദിവസം നീളുന്ന നാടകോത്സവത്തിന് തിരിതെളിഞ്ഞു. അഡ്വക്കേറ്റ് TR രമേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. കേരള സംഗീത നാടക അക്കാദമി വൈസ് ചെയർപേഴ്സൺ പുഷ്പവതി, നാടക സംവിധായകൻ TV ബാലകൃഷ്ണൻ, ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ്, നടനും കാരിക്കേച്ചറിസ്റ്റുമായ ജയരാജ് വാര്യർ, കൺവീനർ മസൂദ് K വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. 10 നാടകങ്ങൾ അരങ്ങിലെത്തുന്ന നാടകോത്സവം ഈ മാസം 30-ന് സമാപിക്കും. NITC-യുടെയും MFTC-യുടെയും പ്രഥമ വാർഷിക പൊതുയോഗം അഞ്ചേരിച്ചിറ ചാക്കോള പവലിയൻ കൺവെൻഷൻസ് നഗറിൽ നടന്നു. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ സഹകരണ മേഖലയിൽ അടയാളപ്പെടുത്തൽ നടത്തി വളർച്ചയുടെ പടവുകൾ താണ്ടി മുന്നേറുന്ന ന്യൂ ഇന്ത്യ ട്രാവൽ കോപ്പറേറ്റീവ് ലിമിറ്റഡ് NITC-യുടെയും മിൽക്ക് ഫാർമേഴ്സ് ആൻഡ് ഫിഷറീസ് ട്രേഡ് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി MFTC-യുടെയും വാർഷിക പൊതുയോഗമാണ് അഞ്ചേരിച്ചിറയിൽ നടന്നത്. പുതുച്ചേരി മന്ത്രി AK സായ്ജെ ശരവണൻകുമാർ ഉദ്ഘാടനം ചെയ്തു. NITC MFTC സാരഥി KP മനോജ് കുമാർ അധ്യക്ഷനായിരുന്നു. MP ജനാർദ്ദനൻ സിംഗ് സിഗ്രിവാൾ, NITC ചെയർമാൻ രവീന്ദ്രൻ പാലങ്ങാട്, റിട്ടയേർഡ് ജഡ്ജ് PN വിജയകുമാർ, ഫുട്ബോൾ താരം IM വിജയൻ, കാര്യാട്ടുകര അംഹ സ്ഥാപക P ഭാനുമതി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മേഖലയിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ 1000-ലധികം ജീവനക്കാരും 60-ലധികം ശാഖകളുമായി മുന്നേറുകയാണ് NITC. 22 ശാഖകളും 1000-ഓളം ജീവനക്കാരുമായി കേരളത്തിലെ ക്ഷീരമേഖലയിൽ വലിയ മാറ്റം വരുത്തുകയാണ് MFTC. വേൾഡ് ഫെഡറേഷൻ ഓഫ് ഷോട്ടോഖാൻ കരാട്ടയുടെ നേതൃത്വത്തിൽ കൂടുതൽ കരാട്ടെ വിദ്യാർത്ഥികൾ പങ്കെടുത്ത URF വേൾഡ് റെക്കോർഡ്സ് പ്രകടനം തൃശൂരിൽ നടന്നു. ചിറ്റിലപ്പള്ളി IAS എഡ്യൂക്കേഷൻ സിറ്റി ഓഡിറ്റോറിയത്തിലായിരുന്നു ചടങ്ങ്. ഫെഡറേഷന് കീഴിലുള്ള ഇന്ത്യക്കാരായ 404 പ്രഗത്ഭരായ കരാട്ടെ വിദ്യാർത്ഥികൾക്ക് ബ്ലാക്ക് ബെൽറ്റും സർട്ടിഫിക്കറ്റും നൽകിക്കൊണ്ട് ഒറ്റ ഫെഡറേഷന് കീഴിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഒരേ സമയം ബ്ലാക്ക് ബെൽറ്റ് കരസ്ഥമാക്കിയാണ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കിയത്. തൃശൂർ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ C സുനു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വേൾഡ് ഫെഡറേഷൻ ഓഫ് ഷോട്ടോഖാൻ കരാട്ടെ ഗ്രാൻഡ് മാസ്റ്റർ മുഹമ്മദ് ആഷിഖ് അധ്യക്ഷത വഹിച്ചു. ചീഫ് എഡിറ്റർ ഓഫ് വേൾഡ് റെക്കോർഡ് ഡോക്ടർ ഗിന്നസ് സുനിൽ ജോസഫ് വേൾഡ് റെക്കോർഡ് പ്രഖ്യാപനം നടത്തി. തൃശൂർ സിറ്റി ISP ഹാർദിക് മീണ, UAE ക്യാപ്റ്റൻ മുഹമ്മദ് അസീസ് ഷെരീഫി, ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി NS റെൻഷി വിനു, ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ഡയറക്ടർ ഫാദർ റെനി ഫ്രാൻസിസ്, ക്യോഷി EK അജയൻ, കുഞ്ഞു മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. 9 വയസ്സ് മുതൽ 58 വയസ്സ് വരെയുള്ളവർ വേൾഡ് റെക്കോർഡ് പ്രകടനത്തിൽ പങ്കെടുത്തു. ചടങ്ങിൽ ഏറ്റവും കൂടുതൽ പേർ ബ്ലാക്ക് ബെൽറ്റ് കരസ്ഥമാക്കുന്ന അവാർഡിംഗ് സെറിമണിയും നടന്നു. നിലവിൽ 20,000-ലധികം വിദ്യാർത്ഥികളും 250-ൽ പരം അധ്യാപകരുമുള്ള ഫെഡറേഷൻ ഇന്ത്യയിലടക്കം 7 രാജ്യങ്ങളിൽ കരാട്ടെ ക്ലാസുകൾ നടത്തിവരുന്നു. 2026ഓടുകൂടി 15-ലധികം രാജ്യങ്ങളിലേക്ക് ഫെഡറേഷൻ വ്യാപിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. അടുത്ത റെക്കോർഡ് ലക്ഷ്യമിട്ട് ജനുവരി 12-ന് 6000-ലധികം പേർ പങ്കെടുക്കുന്ന പെർഫോമൻസ് ചാലിശ്ശേരി ക്ഷേത്ര മൈതാനിയിൽ നടത്തും. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7130 രൂപ, പവന് 57,040 രൂപ. വെള്ളി ഗ്രാമിന് 96 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3230 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ചടങ്ങുകളിൽ ആന എഴുന്നള്ളിപ്പ് പഴയ രീതിയിലാക്കും. ശിവേലിക്ക് 3 ആനകളെ എഴുന്നള്ളിക്കും. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി വിധി സുപ്രീംകോടതി സ്റ്റേ ചെയ്ത സാഹചര്യത്തിലാണ് തീരുമാനം. പാലപ്പിള്ളിയിൽ വീണ്ടും പുലിയെ കണ്ടതായി നാട്ടുകാർ. നിരീക്ഷണം ശക്തമാക്കി വനം വകുപ്പ്. കൂടുതൽ ട്രാപ്പ് ക്യാമറകൾ സ്ഥാപിക്കുമെന്ന് അധികൃതർ. നെല്ല് സംഭരണ തറവിലയിൽ വെട്ടിക്കുറച്ച തുക പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യം. രാസവളത്തിന്റെയും കീടനാശിനികളുടെയും വിലവർദ്ധനവ് തടയണം. ഇപ്പോൾ കർഷകർ സമരരംഗത്തേക്ക്. CPM ചാലക്കുടി ഏരിയ സമ്മേളനത്തിൽ പോലീസിനെതിരെ രൂക്ഷ വിമർശനം.
പാർട്ടി പ്രവർത്തകരെ ശത്രുക്കളെ പോലെയാണ് പോലീസ് കാണുന്നത് എന്ന് ആക്ഷേപം. ക്രിസ്തുമസ് പാപ്പാമാരുടെ സംഗമ കേന്ദ്രമായി തൃശൂർ നഗരം. ബോണ്ണത്താലയിൽ അണിനിരന്നത് 15,000 പാപ്പാമാർ. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.